ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. വർക്കിംഗ് ഡേ ആണ്, ബട്ട് എന്നാലും ഒരു കുഞ്ഞ് വ്ളോഗ് പോലെ എടുക്കാം. ഓഫീസിലെല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 6:30 ആവുന്നു. 6:30 കഴിഞ്ഞു എന്ന് തോന്നുന്നു. അല്ലല്ല, 6:30 ആവണേ ഉള്ളൂ. 6:20 ആവുന്നുള്ളൂ. അപ്പം ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യല്ലേ. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദ കേൾ ലൈഫ് സ്റ്റോറീസ്. നല്ല ഉറക്കം രണ്ടും കൂടെ. ചുമ്മാ ഒന്ന് പല്ലേച്ചേക്കാം അല്ലേ. ഇന്ന് രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തണം. പെട്ടെന്ന് നടത്തുന്ന പരിപാടിയൊക്കെ നടത്തിയില്ല എന്നാണെങ്കിൽ നമുക്ക് സീനാവും. അതുകൊണ്ട് ചടപടേ പരിപാടി നടത്താം. ഓക്കെ, ദോശ ഉണ്ടാക്കാം. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു പട്ടിയുണ്ട്. അവനിങ്ങനെ ഇടയ്ക്ക് കുറച്ചുകൊണ്ടിരിക്കും. ഇവിടെ കുറേ ബോസ് ഉണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം. ഇന്നലെ നല്ല ടയർഡായതുകൊണ്ട് പാത്രം ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അതും ഒരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഈ ഫോൺ എവിടെ വെക്കണം അല്ലെങ്കിൽ ട്രൈപോഡ് എവിടെ വെക്കണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഇനി അത് കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കണം. അപ്പോൾ ബാക്ക് സൈഡിൽ അടിച്ചു വരുന്ന ചൂലും തുടയ്ക്കുന്നതൊക്കെ ഇരിക്കുന്നതിൻ്റെ എല്ലാ വിഷ്വൽസും കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. വഴിയെ റെഡിയാക്കാം. രാവിലെ ദോശയും ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ചെറുതായിട്ട് കുറഞ്ഞു വരുന്നു. അപ്പം ഞാൻ ശരിക്കും ഒന്ന് ടെൻഷനായി. കാരണം 1 മാസം ആയിട്ടുള്ളൂ. നോർമലി ഞങ്ങൾക്ക് ഗ്യാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മന്ത് 2.5 ആ ഒരു ടൈം വരെ നിൽക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഫ്ലെയിം കുറയണ കണ്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു. പക്ഷെ അത് ലൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. പക്ഷേ ഗ്യാസിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹായ്, നല്ല ശബ്ദമല്ലേ? കുട്ടി ദോശ വലുതായിട്ട് വരുത്തണ്ട, കുഞ്ഞ് ദോശ ഉണ്ടാക്കാം. ഇതിലാണ് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോകുന്നത്. മിസ്റ്റർ ബട്ട്ലറിൽ പറയുന്ന പോലെ ഉണ്ടല്ലേ. അയ്യോടാ, നല്ല കുടിക്കാൻ മേടിച്ചതാ 2 എണ്ണം. മറന്ന് പോയി ഫ്രിഡ്ജിൽ വെക്കാം. ഇതിനകത്ത് ഇച്ചിരി കാടും പടലേക്ക് ഉണ്ടാവും. കാര്യമാക്കണ്ട കേട്ടോ. സ്പൈസസ്. ദോശയിൽ വെളിച്ചെണ്ണ ഇട്ടു. വിഷ്ണുവിന് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നല്ല ദോശയും സാമ്പാറും കോഫിയും ആക്കാം. ഓക്കെ, സവാള അരിയണു. പരിപ്പ് വേവിച്ചിട്ട് സാമ്പാർ കഷ്ണങ്ങൾ അരിയാം. ഓക്കെ, നമുക്ക് രാവിലെ എണീറ്റിട്ട് ഇപ്പോഴാണ് സ്കൂൾ അടച്ചത്. ഇതിന് മുന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 5:30 6 o'clockനുള്ളിൽ എണീറ്റിട്ട് ചില സമയത്ത് ഞാൻ ഫുഡ് ഇവിടുന്ന് കഴിക്കും, ചില സമയത്ത് ഞാൻ ഫുഡ് ഇവിടുന്ന് കഴിക്കില്ല. അല്ല, രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ചിലപ്പോൾ രാത്രിത്തേക്കുള്ള ഡിന്നർ വരെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും ഓഫീസിൽ പോകുന്നത്. ഇവിടെ നിന്ന് എനിക്കൊരു 8 മണിക്ക് ഷാർപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തും. അത് പറഞ്ഞപ്പോഴാണ് റൈസ് വേവിക്കാൻ വെച്ചിട്ടില്ല, മറന്നുപോയി. അതിനിടയ്ക്ക് ക്യാമറ ഇങ്ങോട്ടേക്കൊക്കെയോ തിരിഞ്ഞു പോയായിരുന്നു. പിന്നെ ഞാൻ നൈസായിട്ട് എൻ്റെ ഫേസ് കാണിച്ച് തിരിച്ചു വിളിച്ചുകൊണ്ടുവന്നു. ഞാൻ ഇവിടെയാണ്, എന്നെ കണ്ടില്ലേ? സത്യത്തിൽ അതിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയില്ലേ. അതിൽ സ്പീഡായിട്ടാണ് രാവിലത്തെ പരിപാടിയൊക്കെ നടക്കണേ. എങ്ങനെ നോക്കിയാലും ഒരു 5:30 6 o'clockനുള്ളിൽ എണീറ്റാൽ എൻ്റെ ഏകദേശം അടുക്കള ഡ്യൂട്ടീസൊക്കെ തീരാനായിട്ട് ഒരു 7:30
ആ ടൈം വരെ ആവും. 1 മണിക്കൂർ എടുക്കും. എങ്ങനെ നോക്കിയാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. നമ്മൾ എല്ലാ ദിവസവും രാത്രി അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. ഇതാകുമ്പോൾ അത് അവിടെ കിടന്ന് വെന്തോളും. അല്ലാന്നാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് പിന്നെ ചടങ്ങായിരിക്കും. അതുകൊണ്ടത് ഇഷ്ടമല്ല. സോ അത് അവിടെ കിടന്ന് ആവട്ടെ. അയ്യോ കരിയോ. അതെ, ഞാൻ ദോശ മാവ് ഒഴിച്ചിട്ട് പരത്താൻ മറന്നുപോയി. ഇത് തട്ടിപ്പൊട്ടി ദോശ എന്ന് പറഞ്ഞ് കൊടുക്കാല്ലേ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവാള, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനം വെച്ചിട്ട് പരിപ്പ് വേവിക്കാം. 2 വിസിൽ കേട്ടതിന് ശേഷം ഈ സകലമാന പച്ചക്കറികളും നമുക്കിടാം. ഓക്കെ, ഗ്യാസിലേക്ക് വെക്കാം. കട്ടായില്ലേ? അതാണ് ഞാൻ വിചാരിച്ചിന്ന് രാവിലെ ഗ്യാസ് തീർന്നു. എൻ്റെ പൊന്നോ, ഇന്ന് പെട്ടേനെ ഞാൻ. ഓക്കെ, അപ്പോൾ പച്ചക്കറി അരിയല്ലേ? ഓക്കെ, പൊട്ടറ്റോ. എക്സ്പയറി കഴിഞ്ഞ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോഴും ഇപ്പോഴും അവന് പച്ചക്കറി മാത്രം നോക്കി മേടിക്കാൻ അറിയാൻ പാടില്ല. ഇന്ന് എനിക്ക് ചോറ് കിട്ടണ്ട. ഞങ്ങളിന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കും. ഇവനവിടെ ഇരിക്കട്ടെ കേട്ടാ. പുളിയും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദോശ റെഡിയാണ്. ഇപ്പം എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സവാളയും തക്കാളിയും വെണ്ടയ്ക്കയും ഒഴിച്ച്. അപ്പം കഷ്ണങ്ങളൊക്കെ അവിടെ വന്ന് വേവട്ടെ കേട്ടാ. നമുക്ക് വിഷ്ണുവിനെയും കൊച്ചിനെയും വിളിച്ചെണീപ്പിക്കാം. ഓക്കെ, ബാ. എന്തൊരു സുഖം. സമയം കൊണ്ട് നമുക്ക് ഓടിപ്പോയി ഒരു കുളി പാസ്സാക്കാം. 7:30 എനിക്ക് 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 8 മണിയല്ല, 7:45 ഇറങ്ങണം. അയ്യോ, 15 മിനിറ്റ് ഉള്ളൂ. വേഗം പോട്ടേട്ടാ. ബൈ 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 പറ, ബൈ പറ, ബൈ. ചെല്ലട്ടേട്ടാ, ലേറ്റായിപ്പോയി ഗൈസ്. ഇത്തിരി തിരക്ക് വന്നുപോയി. ഞങ്ങളുടെ വാശി, ദേവൻ്റെ വാശിയൊക്കെ കാരണം തിരക്ക് വന്നുപോയി. ഞാനിന്നിപ്പോൾ ആവശ്യത്തിലേറെ ലേറ്റായിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പം എനിക്ക് തോന്നുന്നു സമയം ഒരു 8:26 ആയിട്ടുണ്ട്. അയ്യോ, ശരിയാവണം. വേഗം പാടാ. ഇല്ല, ഓക്കെ. കുഴപ്പമില്ലടാ, റെഡിയാകും. വയറൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ. അവിടെയില്ല ഞാൻ. അയ്യോ, ബാക്കിലാരുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല. 8:26 കറക്റ്റ്. സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ല. നമുക്ക് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. ഒരു 8:17 മെട്രോ എനിക്ക് കിട്ടുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒരു 9:05 സൗത്ത് എത്തും. അവിടെ നിന്ന് കറക്റ്റ് ഒരു 7 മിനിറ്റ് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ 7 മിനിറ്റിനുള്ള ഓഫീസെത്താം. പിന്നെ ഓഫീസിൻ്റെ ലിഫ്റ്റിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 1 മണിക്കൂർ മുന്നേ പുറപ്പെടണം. ആ ലിഫ്റ്റ് അമ്മാതിരി ഒരു ലിഫ്റ്റാണ്. സെൻസർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ആ ലിഫ്റ്റിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സൗത്തിലെത്തി. ഇനി ഇവിടെ നിന്ന് നടക്കുക, ലോഡുക.
ഇറങ്ങിയതിന് ശേഷം എൻ്റെ മൈക്ക് എന്തോ വർക്ക് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ 9:03 എന്തോ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് 3 മണി വരെ വർക്കുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നടന്നു. ഇന്നത്തെ ലേറ്റ് കമേഴ്സ് ഞങ്ങളായിരുന്നു. ഗുഡ് മോർണിംഗ്. ഷെനി ഐസ്ക്രീംസ്. ഇന്നലെ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ പറയേണ്ടത് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ടാട്ടോ. ഗുഡ് മോർണിംഗ്. ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ്, അപ്പൊ അതുകൊണ്ട് ലഞ്ച് ബ്രേക്കിന് കാണാം. ഓക്കെ, ബൈ. A few moments later. ഇത് അർച്ചന, ഇത് സജീവൻ ബ്രോ. ഈ സപ്ലയർ ആണ് നമ്മളുടെ റോസ്മേരി. എനിക്ക് വേണ്ടി പ്ലേറ്റ് പിടിച്ചു വെച്ചേക്കുന്നതാണ് സുജിഷ. ഇത് നീതുബാല. ഞങ്ങൾ ഫുഡ് മേടിച്ച ചാർക്കോളിൽ നിന്നായിരുന്നു. നല്ല മന്തിയായിരുന്നു. പിന്നെ അത് പൊട്ടിക്കാനായിട്ട് ഒരു യുദ്ധമായിരുന്നു നടന്നേച്ചാ. അവിടെ നിന്ന് വലിക്കുന്നു, ഇവിടെ നിന്ന് വലിക്കുന്നു. മിസ് ചെയ്തടാ. ആൻഡ് ഇത് മിനു, SOP സ്റ്റാഫ് ആണേ. ഹായ്. ബിരിയാണി. ബിരിയാണി അല്ലേ, മന്തി. ഒരു പൂ ചോദിച്ചപ്പോൾ സാറൊരു പൂക്കാലം ഇട്ട് തന്ന പോലെ എൻ്റെ പ്ലേറ്റ് പെട്ടെന്ന് അങ്ങ് നിറഞ്ഞു. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കൊള്ളാം. ഫ്രണ്ടിൽ കൂടെ ക്യാമറ വെച്ചിട്ട് പയ്യെ നിങ്ങള് സദ്യ കഴിക്കുന്ന സമയത്ത് ക്യാമറമാൻമാർ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് എന്നിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യില്ലേ, ആ സമയത്ത് നമ്മളൊരു ഇങ്ങനെ സ്ലോ മോഷനിൽ ഫുഡ് കഴിക്കില്ലേ, അതാണ് ഇപ്പോൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ എന്തും പോവും. ഇച്ചിരി കരിഞ്ഞു പോയ ചിക്കനായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തും പറയാമല്ലോ. നല്ലായിരുന്നു. എന്തായാലും ചിക്കൻ എന്നെ പ്രാഗില്ലെന്നുള്ളൂ, അമ്മാതിരി രീതിക്കാക്കി ഞാൻ ആ ചിക്കനെ. പാവൻ ചിക്കനല്ലേ. ഇനി മയോ ഉണ്ടാ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ. ഇവിടെ വയറോക്കട്ടെ. ഇപ്പൊ സെലിബ്രിറ്റി അല്ലേടാ. മലിഞ്ഞ ചിരിയും. മറ്റേ നാഗവല്ലിയുടെ ഇത് കാണിക്കണേ, ഈ കണ്ണ് വെച്ചിട്ട് മറ്റേ സാധനം. അതൊന്നും എനിക്കറിയില്ല. വരും. സുഖമല്ലേ? ഭയങ്കര സുഖമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പറഞ്ഞ കേട്ടല്ലോ അല്ലേ? അതെ, ഓക്കെ, ബൈ. ഓക്കെ, ബൈ. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇവിടെ വരട്ടെ. ഓക്കെ, ബൈ. അനന്തു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി നീ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യല്ലേ ഇപ്പോഴേന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, എന്താണ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ എന്താണ് പിക്ചർ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണല്ലോ, അപ്പം ഇങ്ങനെ മേടിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം കണ്ടപ്പോൾ അവന്മാർ ഫീച്ചേഴ്സൊക്കെ നോക്കിക്കൊണ്ട് കയറും. ഇല്ല, വീഴമാട്ടെ. സൗമ്യച്ചി എന്തേലും പറ.
എന്ത് പറയാനാണോ, നല്ല ചൂടുണ്ട്, അത് പറഞ്ഞാൽ മതിയോ? നല്ല വെയിലുണ്ട്, 3 മണി കഴിഞ്ഞു, കേക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ 3G ആയി തിരിച്ചു പോന്നു. അല്ലാണ്ട് കളറില്ല. അതെ, 7-8 ബർത്ത്ഡേ ഉണ്ട് അടുത്ത മാസം. ശരിയല്ലേ? ഇങ്ങ് വാടോ മിനു. SOP സ്റ്റഫ് മിനു. ആണ്ടിലും കൊല്ലത്തിലൊക്കെ കാണുള്ളൂ മാത്രം. പറഞ്ഞാലും ശ്രദ്ധിക്കണം, ആരെങ്കിലുമൊക്കെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓർക്കില്ല. ഓക്കെ, ഞങ്ങൾ മന്തി മേടിച്ചായിരുന്നു, അറിഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നല്ലോ. മന്തി മേടിച്ച് ഇപ്പം എനിക്ക് വയറുവേദന എടുക്കും. മന്തി എനിക്ക് പണിയാൻ നിന്നു. രാവിലെ ഞാൻ നൈസായിട്ട് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ പോയിട്ട് മന്തി കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ഒരു വയറിനൊരു ചെറിയൊരു വേദന ഇല്ലാതില്ല. അതെ, എന്താണ് മറ്റേ സോപ്പ് പൊടി ഒന്നും ഇട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയാലും കുഴപ്പമില്ല, മെട്രോ ഉണ്ടല്ലോ. എൻ്റെ സ്കൂള്, ഞാൻ പഠിച്ച +1 +2 സ്കൂള് സൗത്ത് ഗേൾസ്. ഇപ്പോഴും ഇവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാറ്റമില്ലാതെ ഇതേ വഴി കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ വർക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെട്രോ പിടിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ. ഒരു മാസം ഒരു 1500 രൂപക്കൊക്കെ റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 ദിവസം 25 ദിവസമൊക്കെ ഓടാൻ വകയുണ്ട്. 1 സൈഡ് എന്തോ 36 34 റുപ്പീസ് എന്തോ വരുന്നത്. അതിനിടയ്ക്ക് SBIയുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് വ്ളോഗിങ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ അവനെ ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടു. ടൗമോ യാമാൻ മുന്നേ എന്താണ് എന്നായിരുന്നു, ഇപ്പൊ യാമാൻ വരെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിനി സെൽഫി. യെസ്, നമ്മളോട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഏകദേശം 4 minutes ഉണ്ട്. നമുക്ക് അറ്റത്തോട്ട് പോവാം. ഇടക്കല്ലേ പോകുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല ചേട്ടാ, ഇങ്ങനെയൊക്കെ ഫയർ അടിക്കാൻ മാത്രം. യെസ്, മെട്രോ വന്നു. ചേച്ചിനെ കാണാൻ ഇതിൽ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് സ്ലിം. ഇതിൽ വീക്കെൻഡായിട്ടും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഈവനിങ് ആയപ്പോൾ, രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഈവനിങ് ആയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ലൈറ്റ്. അങ്ങനെയല്ല, ഇവിടെ ലൈറ്റ് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കൊച്ചിനെ വിളിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട്. പക്ഷേ എനിക്ക് വിഷമാവും. അവള് പണിയൊക്കെ ഉണ്ടെങ്കിലും അവളുടെ കൂടെ ഇരിക്കുന്നാലാണ് ഓക്കെ ആവുള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളല്ലോ. അതുകൊണ്ട് അവളെ വിളിച്ചിട്ട് വീട്ടിൽ പോകും. ഓക്കെടാ കുട്ട, ബൈ. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് പറയാൻ മറന്നുപോയില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. ഇരിക്കണോ എൻ്റെ മിക്കു. ഇവിടെ വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ മാതാവിൻ്റെ ഒരു കുഞ്ഞു കപ്പകളയുണ്ട്. ഞാൻ രാവിലെ വരുമ്പോഴും പോകുമ്പോഴും മാതാവിൻ്റെ അടുത്ത് ഹായ് പറയും. ഇപ്പം ബൈ പറഞ്ഞു. ഇതാണ് എൻ്റെ മിക്കു. ഇവൻ്റെ ഒരു കഥ പറയാനുണ്ട് കേട്ടോ, പയ്യെ പറയാവേ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. വർക്ക് കഴിഞ്ഞ് വന്നു. ഇതാ ഞാൻ ഓട്സ് കഴിച്ചു. ഇന്നത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ഒരു പ്രോമറിയും കടിച്ചതാ. സ്നേഹം കൂടിയപ്പോഴത്തേക്ക് ഒരു കടി കൊടുത്തതാ. നൈസായിട്ട് കുരു, അവൻ്റെ മുഖത്തൊരു കുരു ഉണ്ടായിരുന്നു, അത് പൊട്ടി. അതാണ് ആ ചോര വന്നത്. ദേവു സ്നേഹപ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ട് വിക്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു തേക്കാനായിട്ട്. അപ്പോൾ ബൈ ഫ്രം ദ ഗേൾ ലൈഫ് സ്റ്റോറീസ്.